മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെയുള്ള CMRL എക്സാലോജിക് കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ്. കേസിൽ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. വീണയുടെ കമ്പനിയെ മുൻനിർത്തി പണം കൈപ്പറ്റിയത് പിണറായി വിജയനാണ്. പിണറായിക്ക് ലഭിച്ച കൈക്കൂലിയാണ് ഈ പണമെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആരോപിച്ചു. പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ തുടക്കം മുതൽ ഇന്ന് വരെ പറയുന്നൊരു കാര്യം, ഇതിന് യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. ഈ പണം വീണയുടെ കമ്പനി കൈപ്പറ്റിയിട്ടുള്ളതും പിണറായി വിജയനുള്ള കൈക്കൂലിയായിട്ടാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇപ്പോഴും ഷോൺ ഉറച്ച് നിൽക്കുകയാണ് അക്കാര്യത്തിൽ. കാരണം ഈ കേസിലെ യഥാർത്ഥ പ്രതി മുൻ മുഖ്യമന്ത്രി വിജയനാണ്. വീണ തൈക്കണ്ടിയിൽ, അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിയിൽ ഇടനിലക്കാരി മാത്രമല്ല ഈ പറയുന്നത് പോലെ 2.78 കോടി രൂപ മാത്രമല്ല കൈക്കൂലിയായി ലഭിച്ചത്. കോടികളുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈസൻസ് റദ്ദാക്കണം, കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നെങ്കിലും അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയില്ല. അത് നീട്ടിക്കൊടുത്തു, 3.5 വർഷത്തോളം നീട്ടിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1500 കോടിയുടെ ബിസിനസ് കരിമണൽ കമ്പനി ഉടമ ശശിധരൻ കർത്ത നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 10% കമ്മീഷൻ കിട്ടിയാൽ തന്നെ അത് 150-160 കോടിയാകും. അപ്പോൾ അതിലേക്കുള്ള അന്വേഷണം ആണ് ഇപ്പോൾ ഷോൺ ഉൾപ്പെടെയുള്ളവർ, പരാതിക്കാരൻ ഷോൺ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് അന്വേഷണം നീങ്ങുമോ എന്നാണോ ഷോൺ പറയുന്നത്? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഷോൺ ജോർജ് തുടക്കം മുതൽ പറയുന്നത്. ഈ കേസ് അവസാനിക്കേണ്ടത് വീണ തൈക്കണ്ടിയിൽ മാത്രമല്ല, പിണറായി വിജയനിലേക്ക് എത്തണം. യഥാർത്ഥ പ്രതി പിണറായി വിജയൻ ആണ് എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ് പരാതിക്കാരനായ ഷോൺ ജോർജ്. വീണ തൈക്കണ്ടി പിണറായി വിജയന്റെ മകൾ ഇടനിലക്കാരി മാത്രമാണ്. വീണ തൈക്കണ്ടിയിൽ പണം കൈപ്പറ്റിയത് പിണറായി വിജയനുള്ള കൈക്കൂലി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് പ്രതിസ്ഥാനത്തേക്ക് എത്തേണ്ടത്. അങ്ങനെ കേസന്വേഷണം എത്തും വരെ ഈ നിയമ പോരാട്ടവുമായി, ഈ കേസുമായി മുന്നോട്ടുണ്ടാകും, പിന്നോട്ടില്ല എന്നുള്ള കാര്യമാണ് ഷോൺ ജോർജ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. 1996 മുതൽ കേരള സർക്കാർ LDF ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്തെല്ലാം പിണറായി വിജയൻ അധികാര സ്ഥാനത്തുണ്ടായിരുന്നു. വിവിധ വകുപ്പുകൾ 96-ൽ വൈദ്യുതി മന്ത്രി വകുപ്പിൽ നിന്ന് ആരംഭിച്ച് ഇന്നുവരെ ഭരണതലത്ത് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ പിണറായി വിജയന്റെ സാമ്പത്തിക ഇടപാടുകളിലടക്കം അന്വേഷണം നടത്തണം. ഏതൊക്കെ രീതിയിലാണ് സാമ്പത്തിക സ്രോതസ്സുകൾ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തണം എന്നുള്ള കാര്യമാണ് ഷോൺ ജോർജ് ഈ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഒരു വിലയിരുത്തൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ, 2 മക്കൾ, ഭാര്യ, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, അത് ബാങ്ക് അക്കൗണ്ടുകൾ, വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം, പരിശോധനകൾ അനിവാര്യമാണ് എന്നുള്ള കാര്യം ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കേരളത്തിലെ തീരദേശ സമ്പത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഇനി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ, വിലയിരുത്തലുകളാണ് ഷോൺ ജോർജ് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. ഒപ്പം തന്നെ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മുഖ്യമന്ത്രി VD സതീശന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേസ് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു താല്പര്യം സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ തൈക്കണ്ടിക്കെതിരെ ക്രിമിനൽ നടപടികൾ പ്രകാരം കേസെടുക്കണം. അത് പ്രധാനമായും ഇല്ലാത്ത GST രേഖകൾ വീണ തൈക്കണ്ടിൽ കൃത്രിമമായി ചമച്ചു എന്നുള്ള ഒരു കേസിൽ ഒരു നിയമ നടപടിക്ക് വീണ തൈക്കണ്ടിലിനെ വിധേയമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകണം എന്നുള്ള ഒരു കാര്യം കൂടി ഷോൺ ജോർജ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് പ്രധാന കാര്യം, ധനകാര്യമന്ത്രി കൂടിയാണ് VD സതീശൻ. ഇല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സമ്പത്ത് വാങ്ങിക്കാതെ തന്നെ GST രേഖകൾ ചമച്ചുക എന്നുള്ള ഒരു കുറ്റം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ള ഒരു ആവശ്യം സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയാണ് ഷോൺ ജോർജ്. അനിൽ CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ വീണ തൈക്കണ്ടിയിൽ വെറും ഇടനിലക്കാരി മാത്രമാണ്. യഥാർത്ഥ പ്രതി മുൻ മുഖ്യമന്ത്രി വിജയനാണ് എന്ന് ആവർത്തിക്കുന്നു പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.